ഇന്ധനവിലയിൽ വീണ്ടും വർധനവ് വന്നിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസയാണ് കൂടിയത്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ തവണയാണ് ഇന്ധനവില കൂടുന്നത്. അതിനിടെ രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഇന്ധനവില രണ്ടാമത്തെ തവണ വീണ്ടും കൂടുന്നു, പക്ഷെ അപ്പോഴും കേന്ദ്രം പറയുന്നു ഇന്ധനക്ഷാമമില്ല എന്ന്. എന്താണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധം തന്നെയാണല്ലോ സ്വാഭാവികമായും ഈ ഒരു വില വർധനവിന് കാരണം, പക്ഷേ അപ്പോഴും പ്രശ്നമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? നിലവിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസയാണ് വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം കഴിഞ്ഞ ആഴ്ച വർദ്ധിപ്പിച്ചിരുന്നു. അതിൽ ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷമാണ് ഇത്തരത്തിൽ ഇന്ധന വില വർധനവിലേക്കും അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നും വിപണിയിൽ വില വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ട് നിരന്തരമായി എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വില വർധനം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ രണ്ടാം തവണ നേരിയ വർധനമാണ് ഉണ്ടായത്. ലിറ്ററിന് 90 പൈസയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമമോ ഊർജ്ജ പ്രതിസന്ധിയോ നിലവിലില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത 60 ദിവസത്തേക്ക് വേണ്ട സ്റ്റോക്ക് നിലവിൽ രാജ്യത്തുണ്ട്. ഒപ്പം ഹോർമൂസ് കടലിടുക്ക് കടന്ന് മറ്റൊരു കപ്പൽ കൂടി ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യവുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് വിവിധ ലോക രാജ്യങ്ങൾ സാമ്പത്തിക ഊർജ്ജ മേഖലയിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയും പല രാജ്യങ്ങളും 50% മുകളിലേക്ക് ഇന്ധന വില വർധനവ് ഇതിനോടകം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യുദ്ധം തുടർന്നു പോകുന്ന പശ്ചാത്തലത്തിലാണ് നേരിയതെങ്കിലും വില വർധനവ് രാജ്യത്ത് കൊണ്ടുവരേണ്ടി വന്നത്. നേരത്തെ ലിറ്ററിന് 3 രൂപ വീതം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ 90 പൈസ വീതമാണ് പെട്രോളിനും ഡീസലിനും വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത 60 ദിവസത്തേക്കുള്ള സ്റ്റോക്ക്, അത് പെട്രോൾ ഡീസൽ ഉൾപ്പെടെയുള്ളവയാണെങ്കിലും പാചകവാതകത്തിനുമുള്ള സ്റ്റോക്ക് അടുത്ത 60 ദിവസത്തേക്ക് രാജ്യത്തുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായിട്ടുള്ള ചരക്ക് നീക്കം ആവശ്യമാണെന്നും അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഉൾപ്പെടെ ഏകദേശം 15,000-ലധികം ചരക്ക് കപ്പലുകളാണ് നിലവിൽ ഹോർമൂസ് കടലിടുക്ക് മേഖലയിലുള്ളത്. ഇവിടങ്ങളിൽ സ്വതന്ത്രമായ ഒരു ചരക്ക് നീക്കം സാധ്യമായാൽ മാത്രമേ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്നാണ് വിലയിരുത്തൽ. ശ്രീജ.